ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ബീറ്റ്സ്. ഇന്ന് ക്രിസ്മസ് ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എങ്ങനെ റം ഉപയോഗിക്കാതെ സോക്ക് ചെയ്യാമെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ചെറി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം കറുത്ത മുന്തിരിയും അതുപോലെ 100 ഗ്രാം ഗോൾഡൻ മുന്തിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ 4 കളേഴ്സിലുള്ള, അതായത് റെഡ്, യെല്ലോ, ഗ്രീൻ ആൻഡ് ഓറഞ്ച്, 4 കളേഴ്സിലുള്ള ടൂട്ടി ഫ്രൂട്ടി, ഓരോന്നും 100 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 100 ഗ്രാം ഡേറ്റ്സ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഇന്ന് സോക്കിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓറഞ്ച് ജ്യൂസും അതുപോലെ ഗ്രേപ്പ് ജ്യൂസും മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനേക്കാളും ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഗ്രേപ്പിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് ജ്യൂസ് മാത്രമായിട്ട് എടുത്തത്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ടൈറ്റായിട്ട് അടയ്ക്കാം. ഇനി ഇതുപോലെ ഈ കണ്ടെയ്നർ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഡെയിലി ഒരു 4 to 5 ടൈംസ് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ജ്യൂസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാനായിട്ടാണ്. മിനിമം ഒരു 2 days എങ്കിലും സോക്ക് ആവാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ പ്രോപ്പർ ടേസ്റ്റ് വരുള്ളൂ. ഇനി കേക്ക് ആക്കുമ്പോൾ ഒരു 3-4 hours മുമ്പ് തന്നെ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ എക്സസ് ജ്യൂസ് സ്ട്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് മാത്രമേ ഇത് കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്